Find the series solution of Chebyshev's differential equation. We have 1 minus x square y double dash minus xy dash plus p square y equals 0. സോ ജനറൽ ആയിട്ടുള്ള Chebyshev's differential equation എന്നാൽ എന്തായിരിക്കും സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. സോ എന്ത് കിട്ടും? y double dash മൈനസ് എന്ത് ചെയ്യും? നമ്മൾ 1 minus x square മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. സോ y double dash minus x by 1 minus x square y dash plus p square by 1 minus x square y equals 0. സോ ഇവിടെ അറിയാം p of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എക്സ് ബൈ 1 minus x square ആണ്. q of x equal to p square by 1 minus x square ആണ്. രണ്ടും നോട്ട് അനലിറ്റിക് അറ്റ് x equal to 1 and x equal to -1 അല്ലേ? നമ്മൾ പക്ഷേ x equal 0 തുടക്കം തൊട്ട് ചെക്ക് ചെയ്ത് പോകുന്നത് കാരണം അനലിറ്റിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി ഹിയർ x equal 0 ഈസ് ആൻ ഓർഡിനറി പോയിന്റ്. കാരണം എന്താ? x equal 0 അനലിറ്റിസിറ്റിക്ക് എന്തില്ല? പ്രശ്നം ഇല്ല. ഓക്കെ. സോ ഇക്വേഷൻ 1 ഹാസ് എ സീരീസ് സൊല്യൂഷൻ y equal to summation a n x raised to n. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർഡിനറി ആണെന്ന് വെച്ചാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ്? സാധാരണ പവർ സീരീസിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമുള്ളൂ അല്ലേ? y equal to summation a n x raised to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഓർമ്മയിൽ ഉണ്ടാവുക. സോ y ഡാഷ് കണ്ടുപിടിച്ചു, y ഡബിൾ ഡാഷ് കണ്ടുപിടിച്ചു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x raised to n കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ദിസ് ഈസ് ഈക്വൽ ടു n plus 2 into n plus 1 into a n plus 2 minus n into n minus 1 a n minus n a n plus p square a n equal 0. സോ കോമൺ എടുക്കേണ്ട കോമൺ എടുത്തു. സോ എന്ത് കിട്ടി? a n plus 2 equal to a n into n square minus p square by n plus 2 into n plus 1. സോ n equal 0 കൊടുക്കുക. സോ a2 വാല്യൂ കിട്ടും. n equal 1 കൊടുക്കുക. a3 കിട്ടും, a4 കിട്ടും, എക്സെട്ര കിട്ടിയിട്ടുണ്ട്. സോ സൊല്യൂഷൻ എന്തായി മാറും? ഈ കൊണ്ടുവന്ന ആൾക്കാർ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. അടുത്ത എന്താ? ഫൈൻഡ് ദി സീരീസ് സൊല്യൂഷൻ ഫോർ ദി ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്തായാലും ഹെർമൈറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് മൈനസ് 2xy ഡാഷ് പ്ലസ് 2py ഈക്വൾ 0 അല്ലേ? ഇവിടെ എന്താ? -2x ആണ് p of x, 2p ആണ് q of x, രണ്ടും അനലിറ്റിക് അറ്റ് x ഈക്വൾ 0 ആണ്. സോ ഇവിടെ എന്താണ്? ഓർഡിനറി സിംഗുലർ പോയിന്റ് ആണ്. സിംഗുലർ പോയിന്റ് അല്ല, ഓർഡിനറി പോയിന്റ് ആണ് അല്ലേ? ഓർഡിനറി പോയിന്റ് ആണെങ്കിൽ എന്തുകൊണ്ട്? y ഈക്വൾ സമ്മേഷൻ a n x raised to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടു അല്ലേ? സോ y ഡാഷ് ഇങ്ങനെയാണ്, y ഡബിൾ ഡാഷ് ഇതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും? x raised to n കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു n plus 2 into n plus 1 into a n plus 2 minus 2n into a n plus 2p a n equal to 0. So n plus 2 into n plus 1 a n plus 2 equal to a n into minus 2p plus 2n ആണ്. a n plus 2ൻ്റെ ഫോമിൽ എത്തി. n equal to 0, n equal to 1 എക്സെട്ര സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ y of x സൊല്യൂഷൻ കിട്ടും. സോ ഈ സൊല്യൂഷൻസ് ഒക്കെ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. എന്താണ് ഹെർമൈറ്റ് സീരീസിൻ്റെ സൊല്യൂഷൻ, എന്താ വരാൻ പോകുന്നത്, അതുപോലെ ചെബിഷേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്താ വരാൻ പോകുന്നതൊക്കെ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഓക്കെ. Show that the equation 4x square y double dash minus 8x square y dash plus 4x square plus 1 into y equal to 0 has a only one Frobenius series solution. Find the general solution. Okay. സോ ഇങ്ങനത്തെ ക്വസ്റ്റിനൊക്കെ കൂടുതൽ ചെയ്യണം എങ്ങനെ തന്നെയാണ് നമ്മൾ സാധാരണ രീതിയിൽ 4x square ഡിവൈഡ് ചെയ്യുന്നു, p of x എടുക്കുന്നു, q of x എടുക്കുന്നു, x p of x, x square q of x കണ്ടുപിടിക്കുന്നു, റെഗുലർ സിംഗിൾ പോയിന്റ് ആണോ ചെക്ക് ചെയ്യുന്നു. റെഗുലർ സിംഗിൾ പോയിന്റ് ആണെങ്കിൽ y equal to x raised to m into summation equal 0 to infinity x raised to n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ച് നമ്മൾ x raised to m-ൻ്റെ x raised to m plus 1ൻ്റെ x raised to m plus 2ൻ്റെ ഒക്കെ കോഎഫിഷ്യന്റ് ഇക്വേഷൻ നോക്കുന്നു. x raised to m-ൻ്റെ നോക്കി ഇൻഡീഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ഇൻഡീഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിച്ച് m1ൻ്റെ വാല്യൂ m2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. അതിനനുസരിച്ച് ബാക്കിയുള്ള കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുന്നു. തൽക്കാലം അതുമാത്രം ചെയ്യും. ഏതെങ്കിലും m1ൻ്റെ വാല്യൂ കൊടുത്ത് y1 of x കണ്ടുപിടിക്കും. ആ y1 of x-ൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പുതിയ ഫോമുലുണ്ട് എന്ത്? y2 equal to vy1 എന്നുള്ള ഫോമുലുണ്ട്. വേർ v dash equal to 1 by y1 സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ e raised to integral minus p of x dx ആണ്. സോ അത് വെച്ച് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ. പക്ഷേ പറയാൻ വളരെ എളുപ്പമാണ്. ചെയ്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് മനസ്സിലാവുള്ളൂ. ഒരു പ്രോബ്ലം തന്നെ 1-2 തവണ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഒട്ടും ശരിയാവില്ല, കാര്യങ്ങൾ കിട്ടില്ല നിങ്ങൾക്ക്. 1-2 തെറ്റിയാലും വിരോധമില്ല. തെറ്റിയിട്ട് നമുക്ക് കാര്യങ്ങൾ നേരെ പഠിക്കാൻ പറ്റുള്ളൂ ഇതിനകത്തുള്ള. Note: for Chebyshев differential equation, if p equal to n, where n greater than equal to 0, an integer then there is a polynomial solution of degree n. When they are multiplied by suitable constants, they are called Chebyshев polynomials. ഓക്കെ. അപ്പോൾ Chebyshев polynomials എന്താണെന്ന് പറയുകയാണ്. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ Chebyshев ഇക്വേഷനിൽ പിയുടെ വാല്യൂ n കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയി കിട്ടുന്ന
സൊല്യൂഷൻസിൻ്റെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, so which is the general solution of the Chebyshev differential equation y1 of x and y2 of x are termed as Chebyshev particular functions. The general solution of Hermite differential equation y equal to a0 y1 of x plus a2 a1 y1 y2 of x is the Hermite's function if p is an odd integer, y2 of x reduces to a polynomial, and if p is an even integer, then the y1 of x reduces to a polynomial, which are termed as Hermite polynomials. സോ നമ്മൾ ഹെർമൈറ്റ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു, ഇവിടെ ഹെർമൈറ്റ് പോളിനോമിയൽ എന്താണെന്നും അതുപോലെ കെബിഷേവ് പോളിനോമിയൽ എന്താണെന്നും പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഓയിലേഴ്സ് ഇക്വിഡൈമെൻഷണൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് പി എക്സ് വൈ ഡാഷ് പ്ലസ് യു വൈ ഈക്വൽ 0 is termed as Euler's equidimensional differential equation where p and q are constants. ഓക്കെ, ഇങ്ങനത്തെ ഇക്വേഷൻ്റെ ടൈപ്പാണ് ഈ ഓയിലർ ഇക്വിഡിമെൻഷണൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് പി എക്സ് വൈ ഡാഷ് പ്ലസ് ക്യൂ വൈ ഈക്വൽ 0 ആണ്. സോ ഇക്വേഷൻ ആകുമ്പോൾ വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ബൈ എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ബൈ എക്സ് സ്ക്വയർ വൈ ഈക്വൽ 0 ആണ്. സോ ക്ലിയർലി എക്സ് ഈക്വൽ 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗുലർ പോയിൻ്റ് ആണ് ഇവിടെ, അതല്ല റെഗുലർ സിംഗുലർ പോയിൻ്റ് ആയിരിക്കും. സോ ഇതിന് സീരീസ് സൊല്യൂഷൻ അപ്പോൾ എക്സ് ഈസ് ടു എം ഇൻറ്റു മൾട്ടിപ്ലൈ ആയിരിക്കും ഉണ്ടാവുക അതിനകത്ത്. The equation can be reduced to a linear differential equation with the constant coefficients by the substitution x equal to e raised to t where t equal to log x. സെയിം ഇക്വേഷനിൽ തന്നെ നമുക്ക് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ടി, അതായത് നമുക്ക് പവർ സീരീസ് എക്സ്പാൻഷൻ അറിയാം. എക്സ് ഈക്വൽ ടു ഇ റേസ് ടു ടിയുടെ ഇ റേസ് ടു ടി കൊടുത്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ടി ഈക്വൽ ടു ലോഗ് എക്സ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്താ? ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ആണ്. സോ ഡി വൈ ബൈ ഡി ടി ഇൻറ്റു 1/x ആണ്. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? നോ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു, സോ ഇക്വേഷൻ വേറെ രൂപത്തിലോട്ട് മാറി. നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ. d square plus dp minus 1 into d into q equal dy1 equal 0. സോ ഓക്സിലറി ഇക്വേഷനിലോട്ട് മാറും. m1ൻ്റെ വാല്യൂ കിട്ടും, m2ൻ്റെ വാല്യൂ കിട്ടും. സോ c1 e raised to m1t plus c2 e raised to m2t. സോ ഇതേ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ടാവുക? നിങ്ങളുടെ സാധാരണ രീതിയിൽ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടാവുക. ഇത് പണ്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഓർമ്മയിൽ തിരിച്ചു കൊണ്ടുവരിക. എന്ത്? ഈ m1 m2ൻ്റെ സൊല്യൂഷൻസിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ c1 x raised to m1 plus c2 x raised to m2 സൊല്യൂഷനും y1ഉം ആ തന്നിരിക്കണം m1 m2 ഈക്വൽ ആണെങ്കിൽ സൊല്യൂഷൻ c1t plus c2 e raised to mt ആണെന്നുള്ളതും, അത് കോംപ്ലക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ e raised to alpha t into c1 cos beta t plus c2 sin beta t ആണെന്നുള്ളതൊക്കെ ഓർമ്മയിലുണ്ടാവുക. ഓക്കെ, അടുത്തെന്താ പറയാൻ പോണേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഗോസ് ഹൈപ്പർ ജോമെട്രി ഇക്വേഷൻ. എന്താ? ദ ഫേമസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ x into 1 minus x y double dash plus c minus a plus b plus 1 into x y dash minus a b y equal to 0 where a comma b comma c are constants is termed as Gauss hypergeometric equation. x into 1 minus x y double dash plus, so equation ഇതാണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോസ് ഹൈപ്പർ ജോമെട്രിക് ഇക്വേഷൻ. സോ ഇതിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം.